ഹലോ, ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ബാൾസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു ചെറിയ പോട്ടാണ്. പറയുന്നതിന് മുമ്പ് ഇത് എവിടെ ഇറങ്ങി പോവുക, പറഞ്ഞു തീരട്ടെ. ചെറിയ പോട്ടാട്ടോ, ഇതൊരു 5 രൂപയുടെ പോട്ടാണ്. ഇത് നമ്മുടെ സീഡ്ലിംഗ് പോട്ടാണ്, ഓർക്കിഡ് പോട്ടിൻ്റെ തന്നെ മിനിയേച്ചർ പോട്ടാണ്. അപ്പോൾ ഇത് നെറ്റ് പോട്ടെന്നൊക്കെ പറയും, കടകളിലൊക്കെ കിട്ടും 5 രൂപയുടെ ചെറിയ ചട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹാങ്ങിങ് ബോൾസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ മെയിനായിട്ട് വേണ്ടത് ഈ കോക്കനട്ട് ഫൈബറാണ്. ചകിരി ചോറല്ല, ചകിരിയാണ് വേണ്ടത്. അപ്പോൾ ചകിരി ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് എടുക്കാം. ഇനി ചകിരി ഇതുപോലെ ഒന്ന് പൊടി പോലെ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. ഇത് നമ്മുടെ പൂമരമായിട്ടോ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇവനാണ് നമ്മുടെ പുലി, ഇന്നത്തെ താരം. അപ്പോൾ ഇത് ഹെമിഗ്രാഫിസ് repanda എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ്. അത് നമ്മുടെ ഹാങ്ങിങ് ബാസ്ക്കറ്റ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രീനും ബ്രൗണും ഉണ്ട്. ഇവരെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഹാങ്ങിങ് ബോൾസ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പോട്ടി മിക്സും പ്ലാന്റും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു കുഞ്ഞു ചട്ടിയിലേക്ക് നമ്മുടെ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ക്വാണ്ടിറ്റി അതിനകത്ത് കയറത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സോയിൽ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചകിരിയും കൂടെ ഉപയോഗിച്ചിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പോട്ടി മിക്സ് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചട്ടികളിലും കൂടെ ഒന്ന് നിറച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഈ ചട്ടികൾ ഇവിടെ നിറഞ്ഞിരിപ്പുണ്ട്. ഇനി നമ്മുടെ ആ പ്ലാന്റിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, ഹെമിഗ്രാഫിസ് repandയുടെ ബ്രൗൺ കളേർഡാണിത്. ഇത് ഹെമിഗ്രാഫിസ് repandയുടെ ഗ്രീനിഷാണ്. അപ്പോൾ ഗ്രീനിഷാണ് പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്നതെങ്കിലും അത്രത്തോളം ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ ഈ ഒരു ബ്രൗൺ. സാധാരണഗതിയിൽ ഇതിനെ ഡ്രാഗൺ ടങ് എന്നും സ്റ്റാർ ഗ്രാസ് എന്നും ബോർഡർ ഗ്രാസ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നേരം കടന്നുപോയി എനിക്കൊരു 8ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ട്രൈപോഡ് ബ്രോക്കായിട്ടുണ്ട്, അത് പോയി. അത് ഓൾമോസ്റ്റ് എല്ലാം പോയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഞാനത് വീണ്ടും ഫിക്സ് ചെയ്യാൻ നോക്കിയെങ്കിലും നടന്നില്ല. അതിൻ്റെ കാലൊക്കെ ഇതേ പല വഴിക്കായിട്ട് നശിച്ചു പോയിട്ടുണ്ട്. ഇനി എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല. തുടങ്ങി വെച്ച കാര്യം അവസാനിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഫോൺ കയ്യിലെടുത്തിട്ടുണ്ട്. ഒറ്റ കയ്യിൽ നിന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ബാക്കി തുടങ്ങുകയാണ്. നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നതെങ്കിലും ഇനി അതിനെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതിനകത്തുള്ള ഓരോ ഹോൾസിലും നമ്മൾ ഓരോ കട്ടിങ്സ് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും മാത്രമേ നല്ലൊരു ബോളായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ പല പല പീസസ് ആക്കി മാറ്റാം. ഇനി ഈ കട്ട് ചെയ്തെടുത്തേക്കുന്ന പീസസിനെ നമുക്ക് ഓരോ ഹോൾസിലേക്കും ഫിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ഹാങ്ങിങ് ബാൾസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഒന്ന് വെച്ച് കാണാം. പോട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഹോൾസ് കാണും. അപ്പോൾ കഴിവതും അതിലും കൂടെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് കയ്യിൽ കിട്ടത്തുള്ളൂ. ഇനി ഇതുപോലെ തന്നെ ഹെമിഗ്രാഫിസിൻ്റെ ബ്രൗണും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. 3 ഗ്രീനും 3 ബ്രൗണുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരം കടന്നുപോയി, നേരം രാത്രിയായി. ഇനി ബാക്കി പ്രോസസ്സുകൾ നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നുമില്ല, ഹാങ്ങിങ് ബോൾസ് കെട്ടിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് നാളെ ചെയ്യാം ബാക്കി. രാവിലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് ബോൾസ് ഇവിടെ കുളിച്ചൊരുങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ബാക്കി സ്റ്റെപ്സിലേക്ക് കടന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി സ്റ്റെപ്സിലേക്ക് കടക്കാം. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വീടിൻ്റെ പിറകു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ തടിക്കഷ്ണം ഒപ്പിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഹാങ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തടിക്കഷ്ണം തപ്പിപ്പോയെങ്കിലും എനിക്ക് കിട്ടിയത് പ്ലാവിൻ്റെ വേരിൻ കഷ്ണമായിരുന്നു. നല്ല ഭംഗിയുള്ള കളറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറെ ഒന്നും എടുക്കേണ്ട, ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിൽ നിന്നൊരു പീസ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. അപ്പോൾ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതും കൊണ്ട് നേരെ വർക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ബോൾസിന് ഏത് ഷേപ്പിൽ ഉണ്ടാക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി ആയിട്ടുണ്ട്.
എന്തായാലും അത് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു നൈലോൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. ചൂണ്ടനൂലാണ്, നമ്മുടെ തങ്കൂസ് നൂലെന്നൊക്കെ പറയുന്ന മാലയൊക്കെ കോർക്കുന്ന നൂലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഏത് ഷേപ്പ് വേണമെന്നുള്ളത് ആകെ കൺഫ്യൂഷനാണ്. അവസാനം ഞാനൊരു ഷേപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നേരെ ഇത് നമുക്കൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ നൈലോൺ ത്രെഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തൂടെ കയറ്റി ഒരു കെട്ടിട്ട് ഇതുപോലെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ആ ഒരു തടി കഷ്ണത്തിലേക്ക്, ആ ഒരു വേരിൻ കഷ്ണത്തിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ആ ഒരു വേരിൻ കഷ്ണം എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിടണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു എസ് ഹുക്കിൻ്റെ കണക്ഷനോട് കൂടി ഞാൻ ഇതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അനിയൻ്റെ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് ഈ ലാസ്റ്റ് ക്ലിപ്സ് എല്ലാം എടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ ഇവരെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഞാൻ ഇവരെ ഹാങ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ ലെയർ മാത്രമേ ഞാൻ ബ്രൗൺ ഹെമിഗ്രാഫിസ് ചെയ്തോളൂ, ബാക്കി 3 ഞാൻ ഗ്രീനാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എൻ്റേതായ ഒരു ഐഡിയ അനുസരിച്ചിട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ചെയ്തത്. ബാക്കി വന്നേക്കുന്ന നൈലോൺ ത്രെഡ്സ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. നേരത്തെയുള്ള വീഡിയോസ് ഒന്ന് കയറി കണ്ടു വെക്കുക. അതിന് മുമ്പ് തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.